ഹലോ. അപ്പോൾ എന്തുണ്ട് വിശേഷം? വിശേഷം അത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്താണ് വിശേഷം? വിശേഷമാണ് വിശേഷം. അതന്നെ എനിക്കും വിശേഷം. അതിനിപ്പോൾ വിശേഷം എന്താണെന്ന് പറയുന്നതല്ലേ ഒരു മര്യാദ. അതെ അതെ, നമ്മൾ നാട്ടുകാരോട് പറയണമല്ലോ. പറയണം. ഇപ്പോൾ വിശേഷം മറ്റൊന്നുമല്ല, ഞാൻ ആനന്ദ് മധുസൂദനൻ, മുന്നിലിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിന്നു ചാന്ദിനി. ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ച് സൂരജ് ടോം, ഞങ്ങളുടെ സ്വന്തം സൂരജേട്ടൻ സംവിധാനം ചെയ്ത് സ്റ്റെപ്പ് 2 ഫിലിംസിൻ്റെ ബാനറിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന പുതിയ സിനിമയാണ് വിശേഷം. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശേഷം. അപ്പോൾ വിശേഷത്തിലെ ഷിജുവും സജിതയാണ്. അതെ, അതായത് ഓർഗാനിക് കർഷകനായ മോട്ടിവേഷൻ സ്പീക്കറായ ഷിജു. ഷിജുവിന് വേറെ കുറെ പ്രത്യേകതകളുണ്ട്. കാരണം ഇത് ആനന്ദ് മധുസൂദൻ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മ്യൂസിക് ഡയറക്ടറാണ്, ലിറിസിസ്റ്റ് ആണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇപ്പോൾ ഒരു പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ ഷിജു എന്ന ഷിജു ഭക്തനായി മലയാള സിനിമ എന്നെ ഇങ്ങനെ ഉള്ളം കൈയിൽ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുകളിലെത്തിയിട്ടെ, ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ ഇത് ഞങ്ങളുടെ സജിതയാണ്. സജിത ബേസിക്കലി പോലീസുകാരിയാണ്. പോലീസുകാരി എന്ന് മാത്രമല്ല, ജീവിതത്തെ ഇങ്ങനെ എന്താ പറയുക, ഫുൾ ടൈം മോട്ടിവേഷണൽ സ്പീക്കറായ ഷിജുവിൻ്റെ ലൈഫിലേക്ക് ഫുൾ ടൈം മോട്ടിവേഷനായിട്ട് കയറി വരുന്ന ഒരു കഥാപാത്രമാണ് സജിതയായിട്ട്. അപ്പോൾ ഇതാണ് ഷിജുവും സജിതയുടെയും വിശേഷമാണ് നമ്മുടെ പടം മൊത്തം വിശേഷം അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാനും സൂര്യചേട്ടനും കൂടി വിളിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് കഥ പറഞ്ഞല്ലോ ചിന്നുവിൻ്റെ അടുത്ത്. ചിന്നുവിന് എന്താണ് വിശേഷത്തിൻ്റെ ആകെ തുകയിലുള്ള കഥ ഓൺലൈനിൽ കൂടി നമ്മൾ ഇത് കൂടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ തോന്നി? ഈ കഥ വേറെ ആരെടുത്തെങ്കിലും പോയി പറഞ്ഞു, വേറെ ആരെങ്കിലും ചെയ്താൽ മുട്ടുകാരെ തല്ലി അടിക്കണമെന്നാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. പിന്നെ അത് വേറെ ആരുടെ പോവല്ലേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ കുറച്ച് നാൾ കാത്തിരുന്നു. സൂപ്പർ. അപ്പോൾ അങ്ങനെയാണ് വിശേഷത്തിലേക്ക് എന്നെ അത് നിങ്ങളൊരു ഫാമിലിയിലേക്കാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അതാണ് വേറൊരു കാര്യം. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമാ സെറ്റുകളിൽ പോകുന്നത് വളരെ കുറവാണ്. ലൈക്ക് എഴുതാൻ തുടങ്ങിയതിന് ശേഷമാണ് സിനിമാ സെറ്റുകളിലേക്ക്. അപ്പോൾ കഴിഞ്ഞ തവണ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി, അല്ലെങ്കിൽ ഇത്തവണ വിശേഷം, ഈ 2 സെറ്റുകൾ. പക്ഷെ ചിന്നു പല സിനിമകളും അഭിനയിച്ചു വരുന്ന ആളല്ലേ. നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് പൊതുവെ നമ്മളെ ഇടയിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, ഷൂട്ട് തീർന്നിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ് നമ്മുടെ. അപ്പോൾ ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, അപ്പോൾ സിനിമ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് കേട്ട കഥയും സിനിമയ്ക്ക് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നതും ഈ ഷൂട്ടിംഗ് ഡേയ്സും ഒക്കെ കൂടി എന്താണ് തോന്നുന്നത് മൊത്തത്തിൽ ഒരു വിശേഷം എക്സ്പീരിയൻസ്? സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ശല്യമാണ്. ഒഴിയാവാതെ പോലെ കുറേ എഡീസും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാമിലിയെ പോലെ ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിലേക്ക് കയറി ചെന്ന് പിന്നെ അവിടെയുള്ള എല്ലാവരുമായിട്ട് പരിചയമായി. അതിനുശേഷം അവരൊപ്പം ഒരു കുറച്ച് നാള് ഒരു കഥ പറഞ്ഞ് ആ കഥയിൽ ഒരു വ്യക്തിയായി മാറി. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബ്യൂട്ടി ഇപ്പോഴും, അതായത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, നമ്മൾ റിലീസ് ആവാറായി, എന്നിട്ടും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എത്ര ഭംഗിയായിട്ട് സൂരജ് ടോം എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ, സൂരജ് ഭയങ്കര ഇങ്ങനെ അതെ. ഐ തിങ്ക് അദ്ദേഹം ആ സെറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സ്പേസ് ഉണ്ടല്ലോ, എല്ലാവർക്കും സേഫായിട്ട് അല്ലെങ്കിൽ സ്വന്തം വീട് പോലെ ഇരിക്കാൻ പറ്റുന്ന, ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ആ നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് സൂര്യചേട്ടൻ്റെ ട്രിക്ക് അതെന്ന്. കാരണം സൂര്യചേട്ടൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാനും സൂര്യചേട്ടനും കൂടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരുപാട് കാലമായി. ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് തൊട്ടാണ് സൂര്യചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് കരിയർ ബ്രേക്ക് എനിക്ക് കിട്ടുന്നത് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ടിലാണ്. അപ്പോൾ ഇപ്പോഴും എന്നെ പരിചയപ്പെടുത്തുന്നത്, ചിലപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ പലർക്കും അറിയുണ്ടാവില്ല, ആ പാട്ട് പറയുമ്പോഴാണ് എൻ്റെ ഒരു അഡ്രസ്സ് അതാണ്. അപ്പോൾ ആ അഡ്രസ്സ് എനിക്ക് തന്ന വ്യക്തിയാണ് സൂര്യചേട്ടൻ. ഇപ്പം അടുത്ത അഡ്രസ്സിനുള്ള പുള്ളി ഇങ്ങനെ ഓരോരോ 2 BHK 3 BHK എത്തി. കാരണം 2 BHK എത്തുന്നത് എഴുത്തുകാരനായിട്ടാണ്, അതും സൂര്യചേട്ടൻ്റെ ഒപ്പമാണ്. ഒരു 3rd ടൈം അതെ അഭിനയം എന്ന് പറഞ്ഞിട്ട് സൂര്യചേട്ടൻ അങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ സൂര്യചേട്ടൻ്റെ ട്രിക്ക് എന്ന് ഞാൻ പറയാൻ കാരണം, നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അതൊരു തരത്തിൽ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക്. ഇപ്പം ഇങ്ങനെ നമ്മുടെ കയറൂരി വിട്ടൊക്കെയാണല്ലോ, ചെയ്തോ നന്നായി ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ട് കഴിയുമ്പോൾ ഇത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യേണ്ടത് ആ ക്രൂവിലെ ഓരോ ആളുടെയും ആവശ്യമായി മാറുകയും, പിന്നെ എനിക്ക് തോന്നുന്നു വിശേഷം പൊതുവേ ഇത് സംഭവിക്കേണ്ടതാണെന്നുള്ളൊരു ഒരു തീവ്രമായ ആഗ്രഹം അതിൽ ഓരോ വ്യക്തിക്കും അതിൽ എല്ലാവർക്കും നമ്മുടെ സെറ്റിലുണ്ടായിരുന്ന ഓരോ ആൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എങ്ങനെയാണ് ആനന്ദേട്ടൻ വിശേഷത്തിലെത്തിയത്? വൈ വിശേഷം?
വിശേഷം തുടങ്ങുന്നതേ എന്നിൽ നിന്നാണല്ലോ. കാരണം ഞാൻ എഴുതിയ സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. വിശേഷം വളരെ ചെറിയ ഒരു വൺ ലൈനായിട്ട് ഞാൻ ഒരു ദിവസം സൂര്യചേട്ടനോട് പറയുകയും സൂര്യചേട്ടൻ അപ്പം തന്നെ ചാടി ഇറങ്ങി നമുക്കിത് അടുത്ത പടം ഇത് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ വിശേഷത്തിന് എനിക്ക് തോന്നുന്നു ഞാനും സൂര്യചേട്ടനും ഇത്രമാത്രം എഫേർട്ട് എന്നല്ല പറയുക, ഞങ്ങൾ ആ പ്രോസസ്സ് മൊത്തം എൻജോയ് ചെയ്ത് യാത്ര ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത്തരം ആസ്വാദനം എല്ലാ സിനിമകളിലും സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം അതെപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല. അതിൻ്റെ എഴുത്തിലായാലും മ്യൂസിക്കിലായാലും അതായത് പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിലും നമ്മൾ ഫുൾ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ വിശേഷം ടോട്ടലി ഷിജുവും സജിതയും അവരുടെ ജീവിതവും ആണ് പറയുന്നത്. അത് ഇവിടുത്തെ സാധാരണ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, തൊട്ടപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈവൻ എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു വേൾഡ് വൈഡ് പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തെ എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വളരെ ചെറിയ ജീവിതങ്ങൾ കാണിച്ചുകൊണ്ട് വളരെ ഹ്യൂമറസ് ആയിട്ടും ഒക്കെ മനുഷ്യൻ്റെ അവസ്ഥകൾ നമ്മളിരുന്ന് ചിരിക്കുന്നത് പലപ്പോഴും മറ്റൊരുത്തൻ്റെ ഗതികേടിനെ ആയിരിക്കും. അപ്പോൾ ഒരാൾ ഷിജു എന്ന് പറയുന്ന ആൾ, അയാളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന സജിത എന്ന് പറയുന്ന സ്ത്രീ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അവരെന്താണ് നേരിടേണ്ടി വരുന്നത്, അവരെത്തി കൂടി പോകുന്നത്, ഇതൊക്കെയാണ് ഇത്. വളരെ കറണ്ടായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ചിന്നുവിന് അറിയാം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, സിനിമയുടെ ടോട്ടാലിറ്റി കഥ കേട്ടു ഒക്കെ ഇഷ്ടമായി. അപ്പോൾ സൂര്യചേട്ടനെ എന്നെയും ആണ് കണ്ടിട്ടുള്ളത്. എന്ത് ധൈര്യത്തിലാണ് ഞാൻ നായകനായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്? കാരണം നിങ്ങൾക്ക് എന്നെ അറിയില്ല അഭിനേതാവായിട്ട്. സ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാൻ നല്ലത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ സ്ക്രിപ്റ്റ് വിശേഷം എന്ന് പറയുന്ന കഥ അത് കേട്ടതും അതിൻ്റെ ഭാഗം ആകണം എന്ന് ഉള്ള എൻ്റെ അതിയായ ആഗ്രഹവും കാരണം അതിനകത്ത് വേറെ അതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞത്. അല്ല, അതിന് മാത്രമല്ല എൻ്റെ അടുത്ത് ഒരാൾ വന്ന് നമ്മൾ ഇരുന്ന് കഥ പറയുകയാണ്. കഥ പറയുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും, ഇപ്പം എൻ്റെ കഥാപാത്രമാണെങ്കിലും ഷിജുവിൻ്റെ കഥാപാത്രമാണെങ്കിലും ഇപ്പം വേറെ ഏത് കഥാപാത്രമാണെങ്കിലും അഭിനയിച്ചൊക്കെയാണ് കഥ പറയുന്നത്. അപ്പം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യചേട്ടൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, അപ്പോൾ നമ്മൾ ഷിജു ആയിട്ട് ആരായിരിക്കും ഷിജുവിൻ്റെ മനസ്സിൽ ഒരു ചിന്ത. അപ്പം ഞാൻ ആലോചിക്കുന്നു, ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് ഷിജു അഭിനയിക്കുന്ന മൊത്തം അഭിനയിച്ച് കഴിഞ്ഞു, ഇനി ആരെയാണ് ഇനി മനസ്സിൽ കാണാമെന്നും അങ്ങനെ വേറൊരു ഫേസ് വരുന്നില്ല. അപ്പോൾ ഞാൻ കേട്ട കഥയും ആ കഥയിലെ കഥാപാത്രവും എൻ്റെ മുന്നിലിരിക്കുമ്പോൾ അതിനകത്ത് ഞാൻ മാറി ചിന്തിക്കേണ്ട, എനിക്ക് ചിന്തിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടോ ആ കഥയിലെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്ന് മാത്രമാണ് ഒരു ആർട്ടിസ്റ്റായി ഞാൻ ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞാൽ താങ്കൾ എഴുതിയ കഥ അത്ര ഗംഭീരമായ കഥ ആയതുകൊണ്ട് അതൊരു ഒരുപാട് നമുക്ക് സന്തോഷം കിട്ടിയ കാര്യമാണ്. കാരണം ഈ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പലരും ഹീറോ ആരാന്നൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നവരും ഉണ്ടാവാം. പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ കുറേ നേരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇരുത്തി പുകഴ്ത്താൻ വേറെ ആളെങ്കിലും വിളിക്കാം. നമ്മുടെ സ്വന്തം സൂര്യചേട്ടന്. സൂര്യേട്ടാ വരൂ, കമാൺ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി കഴിഞ്ഞെങ്കിൽ ഞാനും കൂടാ ഇരിക്കും. ഒക്കെ ഇരുന്നു. അപ്പൊ എന്താണ് വിശേഷം? അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് വിശേഷം? ഞങ്ങൾക്കൊക്കെ വിശേഷമാണ് വിശേഷം. പറഞ്ഞില്ലേ, വിശേഷത്തെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി സൂര്യചേട്ടന്റെ ഡയറക്ടർ ഞാൻ ഉദ്ദേശിക്കുന്ന വിശേഷം എന്താണ് അറിയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങള് ഒരു പറ്റം ആൾക്കാർ ഇതിന്റെ പണിപ്പുരയിലാണ്. ഞങ്ങളുടെ നായികയും നായകനുമാണ് ഇരിക്കുന്നത്, സജിതയും ഷിജു. അപ്പോൾ ആനന്ദിൻ്റെ നടനായിട്ടുള്ള ഫസ്റ്റ് അരങ്ങേറ്റമാണ് ഇത്. അങ്ങനെ ചിന്നു ഭയങ്കര രസമായിട്ട് ഇതുവരെ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സിനിമയാണ് വിശേഷം. നമ്മൾ കാണാത്ത രൂപത്തിൽ കുറേ ആൾക്കാരെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി പറഞ്ഞാൽ നമ്മുടെ ബൈജു ചേട്ടൻ അതിഗംഭീരമായിട്ട് വേറൊരു പരിപാടി ഇതിൽ പിടിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന ബൈജുചേട്ടനെ അല്ല, അതെ അതെ, ഭയങ്കര ദേഷ്യക്കാരനായ വില്ലനായിട്ടൊക്കെ കണ്ട സ്വീറ്റ്, അങ്ങനെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് ഇവരെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബൈജു ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ ചേട്ടനുണ്ട്, അൽത്താഫ് ഉണ്ട്,
ജോണി ചേട്ടനുണ്ട്, അങ്ങനെ ഒരു പറ്റം ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പറയാത്ത ഹിഡനാക്കി വെക്കുന്ന വേറൊരു പ്രധാന ആക്ടറുണ്ട്. അതിപ്പോ നമ്മള് അത് സ്ക്രീനിൽ കാണുന്ന ആക്ടറാണ്. അപ്പൊ നമ്മളത് എല്ലാ സസ്പെൻസ് സംതിങ് സ്പെഷ്യൽ ആയിട്ടിരിക്കട്ടെ. അപ്പം ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു സ്വീറ്റ് ഫാമിലി മൂവിയാണ് ഇപ്പോൾ വിശേഷം എന്ന് പറഞ്ഞ് നമ്മളൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് വിശേഷം എന്തുകൊണ്ട്. സൂര്യചേട്ടൻ എന്താ വിശേഷം എന്ന പടമാണ് അടുത്തത് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചത്? എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ടുള്ള ഒരു ചിന്തയാണ്, ഭയങ്കര നല്ല രസമുള്ളൊരു ഫാമിലി പിക്ചർ ചെയ്യണം. അതും ഭയങ്കര ഇപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമെടുത്ത് സംസാരിക്കുന്ന ഒരു സിനിമ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10-25 വർഷമായിട്ട് എപ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആനന്ദ് സംഗീതം തുടങ്ങിയ കാലം തൊട്ടേ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒക്കെ ഇങ്ങനെ പല പല കഥകൾ ഞങ്ങൾ തമ്മിൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാനും ആനന്ദ് തമ്മിൽ. അതിന് കാരണം ഒരുപാട് യാത്രകളാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് മിക്കപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. ഈ യാത്രകൾക്കിടയിലാണ് കഥകൾ ഇങ്ങനെ, കഥയുടെ എലമെന്റ് ആനന്ദിൻ്റെ കയ്യിൽ ഒരു പെട്ടെന്നൊരു കഥയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ 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 അഴിച്ചിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ യാത്ര ഒരിക്കലും വിരസമാവത്തില്ല. ഒരു യാത്ര തീരുന്നതിൻ്റെ ഇടയിൽ കഥ വളരും. കഥ അപ്പോൾ കുറേ നമുക്ക് ചില നല്ല രസമുള്ള എലമെൻറ്റുകൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരിക്കൽ ചാടിക്കയറി പിടിച്ചൊരു എലമെൻ്റാണത്. അത് ആക്ച്വലി നമ്മൾ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പ് നമുക്ക് കിട്ടിയ ഒരു ആനന്ദൻ്റെ അടുത്ത് പറഞ്ഞൊരു എലമെൻ്റാണ് വിശേഷത്തിൻ്റെ. അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അടുത്തത് നമ്മൾ വിശേഷമാണ്. പക്ഷെ അന്ന് നമ്മൾ പിന്നെയും കോവിഡൊക്കെ അപ്പോൾ വന്നു. അന്നേരം നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇതിനകത്ത് കുറേ ലൊക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാമല്ലോ നമ്മൾ എത്ര സ്ഥലങ്ങളിൽ കൂടെ പോയി, ഫുൾ ഓട്ടോ വരുന്നല്ലോ. അപ്പോൾ അന്നത്തെ സമയത്ത് ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ സമയത്ത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയെന്ന് പറഞ്ഞ് പടം ചെയ്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും വിശേഷത്തിലേക്ക് നമ്മൾ ടോട്ടലി ലാൻഡ് ചെയ്തു. വിശേഷത്തിൽ ലാൻഡ് ചെയ്ത് സമയം മുതൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ക്രൈസിസും ഒക്കെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ വിശേഷമാണ് അടുത്ത സിനിമ എന്ന് ഉറപ്പിച്ചു. അത് നമ്മളുടെ ഭയങ്കര ഒരു ഡ്രീം പ്രൊജക്റ്റായി മാറി. എൻ്റെയും ആനന്ദിൻ്റെയും ഞങ്ങളുടെ നമ്മളൊരു കുഞ്ഞ് വളരുന്ന പോലെ ഇതിൻ്റെ ഓരോ സ്റ്റേജും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഏറ്റവും മനോഹരമാക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഫ്രീഡത്തിന് നമ്മൾ ചെയ്യുന്നൊരു സിനിമയാവണം അതെന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഒരു മൊമെൻറ്റിൽ ഇതിൻ്റെ പ്രൊഡക്ഷനും നമ്മൾ തന്നെ ചെയ്യാം എന്ന് അതങ്ങ് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ 10 പൈസയില്ല കേട്ടോ. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ സിനിമയുടെ നിർമ്മാണം ചുമതലയും ഒക്കെ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക ആഗ്രഹമാണ്. ഇപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഷിജു ഭക്തൻ എപ്പോഴും ഷിജു ഭക്തൻ്റെ ഈ ക്യാരക്ടർ പറയും യു ക്യാൻ ഡു ഇറ്റ്. ഈ 10 തവണ യു ക്യാൻ ഡു ഇറ്റ് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ തോന്നും ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ മനസ്സിൽ യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാം കൂടെ വി ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് യു ഐയും പിന്നെ വിയും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനിടയിൽ നമുക്ക് ഒരുപാട് നല്ല മനസ്സുകൾ നമ്മുടെ കൂടെ വന്ന് കൂടി നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ പടിപടിയായിട്ട് ഒരുങ്ങി വന്നു. 1 by 1 ആയിട്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ ഒരുങ്ങി വന്ന് അങ്ങനെ ഇപ്പോൾ പൂർണ്ണ വളർച്ചയെത്തി നിൽക്കുകയാണ് വിശേഷം എന്ന് പറഞ്ഞ നമ്മുടെ സിനിമ. ഇനിയും ഇത് വളരണം. ഇവരെല്ലാരും വന്ന് കണ്ട് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് ഇനിയും ആ സിനിമ. നമ്മൾ ഇത്രയും നേരം വിശേഷം എന്ന് പറയുന്നു, നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ വിശേഷത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് സൂര്യചേട്ടൻ്റെ വിശേഷം നമ്മൾ പറയണ്ടേ? ഉറപ്പായിട്ടും സിനിമ എന്താണെന്നുള്ളത്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ പെട്ടെന്ന് എസ്പെഷ്യലി കേരളത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം തൊട്ട് കേൾക്കാൻ തുടങ്ങുന്ന ചോദ്യമാണ് എന്താണ് വിശേഷം. നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും അയൽക്കാരും ഒക്കെ കൂട്ടുകാരൊക്കെ ചോദിച്ചു കൊടുക്കും എന്താണ് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ഒരു ഈ ചോദ്യമാണ് ബേസിക്കലി വിശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും ബേസ് എന്ന് പറയാനായിട്ടുള്ളത്. ഇത് ഫേസ് ചെയ്യുന്ന ഒരു കപ്പിളിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു എലമെൻ്റ് ആണെങ്കിലും നമ്മളിത് നല്ല ഫണ്ണിലൂടെയാണ് ഈ സിനിമ പറയുന്നത്. അതാണ് ആനന്ദിൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് സ്ക്രിപ്റ്റിനകത്തുണ്ട്. എനിക്കത് നമ്മൾ കഥ പറയുമ്പോൾ തൊട്ട് നമ്മൾ ഫണ്ണിൽ മുക്കിയാണ്. കാരണം നമ്മളല്ലാണ്ടൊരു
രണ്ട് തോട്ടുണ്ട്. ഞങ്ങൾ അന്ന് കഥ ആലോചിച്ചപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനെ എങ്ങനെ പറയണമെന്ന് ചിന്തിക്കുന്നു. ഒന്ന്, ഇതിന് വളരെ സീരിയസ് ആയിട്ട് പറയാം. അപ്പോൾ സീരിയസ് ആയിട്ട് പറയണോ അതോ തമാശയിലൂടെ പറയണോ? കാരണം ഇതിനകത്തൊരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആദ്യം നമുക്ക് പറയണ്ട, നമ്മളൊരു ഇതിൻ്റെ പ്രോസസ്സുകളോട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുറേ ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് കഥ പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വ്യക്തിയോടും, ഈവൻ ചിന്നുവിനോട് പിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ പിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ സംഭവിച്ചിരുന്നത് ആ പിച്ചിങ് ടൈമിൽ നമ്മൾ ഈ ഹ്യൂമർ പിച്ച് ചെയ്യുമ്പോൾ അവരുടെ ചിരിയാണ് നമുക്ക് അത് എനർജി. കാരണം ഓക്കെ ഇത് വർക്കാവുന്നുണ്ട് ഈ ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ സിനിമയുടെ. അപ്പോൾ ഈ സുരേട്ടൻ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ നമുക്ക് വളരെ നർമ്മത്തിന്റെ ഒരു ഷുഗർ കോട്ടിങ്ങോടുകൂടി നല്ല രീതിയിൽ മുന്നിൽ പഞ്ചാരയിൽ പൊതിഞ്ഞ് നമ്മൾ അവതരിപ്പിച്ചു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൗതുകം എന്ന് പറഞ്ഞാൽ ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഏത് ഇവര് രണ്ടുപേര്, നിങ്ങൾ രണ്ടുപേരും അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു. നമ്മൾ ആനന്ദിനെ നായകനാക്കി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും നമ്മുടെയൊക്കെ ഈ സിനിമയുടെ പ്ലസും മൈനസും ഭാരതമാണ് പറയും. കാരണം നമ്മളത് നമ്മൾ സിനിമ ആലോചിക്കുമ്പോൾ, കാരണം നമ്മൾ ഒരാളും എൻകറേജ് ചെയ്യാത്തൊരു കാര്യമാണത്. കാരണം എല്ലാവരും റിസ്ക് അല്ലേ, വൻ റിസ്ക് അല്ലേ, ഇങ്ങനത്തെയൊക്കെ ചില ചോദ്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സമയത്ത് തോന്നി ഇത് ആനന്ദ് ചെയ്താലേ ശരിയാവും. കാരണം ആനന്ദ് ചെയ്താലേ ശരിയാവൂ എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നൽ മാറ്റാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പുറത്തുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷനിടയിൽ ആനന്ദ് കഥ പറയുന്നത്, ആനന്ദിന് കഥ പറയാൻ അറിയില്ല, ആനന്ദിന് കഥ അഭിനയിക്കാനേ ആനന്ദിന് കഥ പറച്ചിൽ ആനന്ദ് അങ്ങ് സിനിമയായിട്ട് അഭിനയിച്ച് കാണിച്ചേക്കാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരാൾ അത്രയും പെർഫോം ചെയ്ത് നമ്മുടെ മുന്നിൽ നിറഞ്ഞാടുമ്പോ നമുക്ക് മറ്റൊരാളെ കൊണ്ട് അവിടെ വെക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സവിടെ ലോക്കായി പോകും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പലരോട് കഥ പറയുമ്പോഴും, ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിൽ തന്നെ എത്രയോ ആർട്ടിസ്റ്റ് ഉണ്ട്. ഏകദേശം നമുക്ക് 10-20ഓളം ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ്. ഓരോരുത്തരോടും നമ്മൾ കഥ പറച്ചിലാണ്. എത്ര തവണ കഥ പറഞ്ഞു, എത്രയോ തവണ കഥ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരോടും ഒരു സിനിമ കാണുന്ന എഫക്റ്റ് തന്നെയാണ് കഥ പറയുന്നത്. കഥ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയൊരു കമൻറ്റ്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി തന്നൊരു കമൻറ്റാണ്, ഞാൻ സിനിമ മൊത്തം കണ്ടു എന്നാണ് അവർ പറയുന്നത്. ഇത്ര രസമായിട്ട് കഥ പറഞ്ഞപ്പോൾ ഈ സിനിമ മുഴുവൻ ഞാൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇത് ഓരോ കമൻറ്റും ആനന്ദ് മതി ഇതിനകത്ത് മറ്റൊരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആനന്ദ് നന്നാക്കും, സ്ക്രീനിൽ നന്നാക്കും. നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുത്ത മൊമെന്റിൽ തന്നെ നമുക്കത് മനസ്സിലായില്ല. കാരണം അത് നല്ല രസമായിട്ട് ആ സംഭവം, കാരണം അത് ഞാൻ ഊണിലും ഉറക്കത്തിലും എല്ലാം ആനന്ദിന്റെ മനസ്സിൽ ഈ സാധനം കിടക്കുന്നത് കൊണ്ട് അതാണ്. അത് നമ്മളൊരു അല്ല, വിശേഷം ശരിക്കും ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. നമ്മളൊരു ഓക്കെ ഇനി ഒരു സിനിമ ചെയ്യാം, അടുത്ത സിനിമയ്ക്ക് കഥ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള നടപടിക്രമങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ കഥയല്ല. വിശേഷം ഒരു മൊമെന്റിൽ കഥയായി മാറിയ കാര്യം, ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. ഒരു ഓർഗാനിക് ആയിട്ട് സിനിമയുടെ കഥയായി മാറിയ ഒരു എലമെന്റാണ് ഇതിൽ. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കഥ എന്നുള്ളതിനെക്കാട്ടുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള ആരുടെയൊക്കെയോ കഥകളാണ് ഇതെല്ലാം. ഒരു തരത്തിൽ പറഞ്ഞാൽ റിയൽ സ്റ്റോറി എന്ന് പറയാം. ഒരാളുടെ അല്ല, ഒരുപാട് ആൾക്കാരുടെ റിയൽ സ്റ്റോറിയാണ് നമ്മൾ പറയുന്ന വിശേഷം. നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് അനുഭവ കഥകളാണ്, ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ കാസ്റ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ തിരിച്ച് പലതവണ ഉത്സാഹപ്പെടുത്താൻ ശ്രമിച്ചത് നടന്നില്ല. എങ്ങനെയാണ് ചിന്നു എന്നുള്ള ആളിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് എനിക്കറിയാതെ പേഴ്സണലി. എന്നാലും ചിന്നു എന്ന ആളിലേക്ക് നമ്മൾ എത്തുന്നത് ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലെ ഓരോ തീരുമാനങ്ങളും ആക്സിഡൻ്റൽ എന്ന് പറയാം. വളരെ സഡനാണ് തീരുമാനങ്ങളെല്ലാം. കാരണം നമ്മൾ ഒരുപാട് നാൾ ആലോചിച്ച് കൂട്ടിയ ഡിസിഷൻസ് അല്ല പലതും ഒരു ചായപ്പുറത്ത്, ഒരു കട്ടൻ കാപ്പിപ്പുറത്തൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ഭയങ്കര ആപ്റ്റായിരിക്കും. നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയൊരു നമ്മൾ ചിന്തിച്ചൊരു കാര്യം, സജിത ഒരു യുണീക്ക് ക്യാരക്ടർ ആയിരിക്കണം, ആര് ചെയ്താലും ശരിയാവുന്ന ഒരു ക്യാരക്ടർ ആവാൻ പാടില്ല സജിത എന്നൊരു തീരുമാനം നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ
ഇതൊക്കെയാണ് മൊത്തത്തിൽ ഞങ്ങളുടെ വിശേഷത്തിനെ കുറിച്ചുള്ള വിശേഷത്തില് നമ്മുടെ ബാക്കിയുള്ള താരങ്ങളും ടെക്നീഷ്യൻസും എല്ലാം നമുക്കൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ആനന്ദ്, ചിന്നു ഇവരാണ് നമ്മളുടെ വിശേഷത്തിൻ്റെ നെടുംതൂണുകൾ. പിന്നെ നമ്മളോടൊപ്പം വളരെ ശക്തമായ റോളുകൾ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ബൈജു ചേട്ടൻ, ബൈജു എഴുപുന്ന, നമ്മുടെ അൽത്താഫ്, ജോണി ചേട്ടൻ, കുഞ്ഞികൃഷ്ണൻ മാഷ്, മാല പാർവതി ചേച്ചി, ജില്ലു ഉണ്ട്, പിന്നെ ആൻ സലീം, അമൃത, ഷൈനി സാറ, നമ്മുടെ ഭാനുമതി പയ്യന്നൂർ ചേച്ചി, അതുപോലെ അജിത ചേച്ചി. അപ്പം ഇവരൊക്കെയാണ്. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ സാഗർ അയ്യപ്പൻ. സാഗറാണ് ഇതിൻ്റെ ക്യാമറ. ഏറ്റവും നല്ല ഫ്രെയിംസ് ഞങ്ങൾക്ക് തന്നു സാഗറിൻ്റെ ഒരു മികച്ച വർക്കെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മളുടെ എഡിറ്റർ മാളവികയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് അരങ്ങേറ്റമാണിത് ശരിക്കും. മധുര മനോഹര മോഹൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബീന പോൾ മേഡത്തിന് ശേഷം നമ്മൾ മലയാളത്തിൽ വളരെ അഭിമാന പുരസരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു എഡിറ്ററായിട്ടുള്ള വനിതകൾ വളരെ വിരളമാണ് നമ്മുടെ ആകത്തുകയിലുള്ളത്. അപ്പോൾ മാളവിക നമുക്കൊരു വലിയ മുതൽക്കൂട്ടാണ്. ഉറപ്പായിട്ടും മലയാള സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും മാളവിക. അതുപോലെ തന്നെ മഞ്ജു കോസ്റ്റ്യൂം മഞ്ജു സ്റ്റേറ്റ് അവാർഡ്. മഞ്ജു കഥയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇവരുടെ ലൈഫിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ആർട്ട് ചെയ്തിരിക്കുന്ന അനീഷ് കൃഷിയൊക്കെ നടത്തി സിനിമയ്ക്ക് പല മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങി. ചില പറമ്പിലൊക്കെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് നമുക്ക് ഒറിജിനൽ സാധനങ്ങളാണ് നമ്മൾ വളരെ ഓർഗാനിക് ആയിരുന്നു. ഓർഗാനിക് ആയ പ്രോസസ്, അല്ലാതെ വെട്ടിയെടുത്ത് പറിച്ചുകൊണ്ട് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ വളവിക. പിന്നെ ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? പിന്നെ സംഗീതം ഞാൻ പിന്നെ രചന ആനന്ദാണ് ഇതിനകത്ത് പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. കാരണം നമ്മൾ പുറത്ത് പലരുമായിട്ടും നമ്മൾ എഴുതിച്ചു പാട്ടുകൾ, പക്ഷെ എന്തോ നമുക്ക് അങ്ങോട്ട് അതൊന്നും വർക്കായില്ല. കാരണം ഞങ്ങൾ വർത്തമാനം പറയുന്ന രീതിയിലുള്ള വരികളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഫൈനലി അത് നമ്മൾ തന്നെ ട്രൈ ചെയ്യാം. നമുക്ക് സിനിമയിൽ 4 പാട്ടുകൾ നല്ല 4 പാട്ടുകളുണ്ട്. അപ്പോൾ അത് ആനന്ദാണ് രചനാ സംഗീതം. അതെ, ഈ 4 പാട്ടുകൾ നമ്മൾ നല്ല ആൽബം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതിലാണ്. അതിന് നല്ല ലൈഫുള്ള വിഷ്വൽസും ഒക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആനന്ദാണ്. അതെ, അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ ചെറിയ വലിയ ക്രൂ. അതെ, ഇനിയിപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾ സിനിമ നിങ്ങൾക്ക് വിട്ടുതരുന്നു. വിശേഷം ഒരു വിശേഷമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് വളരെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വളരെ തന്നെ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് ആ ഇമോഷൻ കാണുന്ന എല്ലാവരിലേക്കും എത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിശേഷം നമുക്ക് എല്ലാവർക്കും, കാണുന്ന നിങ്ങൾക്കും ഒക്കെ മനസ്സ് നിറയുന്ന ഒരു സന്തോഷമുള്ള വിശേഷമായി മാറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു. മനസ്സ് നിറഞ്ഞാൽ ഉറപ്പായിട്ടും അത് എഴുതി ഫലിപ്പിക്കണം. എഴുതി അറിയിക്കണം, മറ്റുള്ളവരോട് പറയണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, റിവ്യൂസ് ആയിട്ട് ഇടണം. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു വിശേഷമാക്കാൻ പറ്റും. എന്നാലാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതൊരു വലിയ താരപരിവേഷമോ അങ്ങനെയൊന്നും, ഇതൊരു കണ്ടന്റാണ് ഇതിനകത്തെ ഹീറോ. കണ്ടന്റ് എന്ന് പറയുന്ന ഒറ്റ ഹീറോയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ, നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ലതെന്ന് അവർക്ക് തോന്നിയാൽ അവരതിനെ വാനോളം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ആ ഒരു പ്രതീക്ഷയോടുകൂടി വിശേഷത്തെ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം, കൂടെ ഉണ്ടാവണം.